നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സർ, അമ്മേ, ഉദയന്നൂരമ്മേ, ഇവിടെ നടക്കുന്നതെല്ലാം അമ്മ കാണുന്നില്ലേ? സ്വത്തിനു വേണ്ടി തർക്കം നടക്കുക, അത് വലിയ പ്രശ്നങ്ങളിൽ ചെന്ന് കലാശിക്കൂ എന്ന എനിക്കൊരു പേടി. അമ്മേ, സ്വത്തിനു വേണ്ടി ജ്യേഷ്ഠ അനുജന്മാർ തമ്മിൽ ഒരിക്കലും വഴക്കുണ്ടാവരുത്. അവരുടെ മനസ്സ് മാറ്റി അവരെ നല്ല രീതിയിൽ പരസ്പരം ഐക്യത്തോടെ ജീവിക്കാൻ അനുവദിക്കണേ. ഈ കുടുംബത്തിൽ എന്നും സമാധാനം ഉണ്ടാവണേ. പാർവതി, ആ ദൈവമേ, ഇവിടെ നടക്കുന്നതെല്ലാം അറിഞ്ഞിട്ടാ ഞാൻ വന്നത്. സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടി പ്രഭാവതി അമ്മ അതിരുവിട്ട കളികളാണ് കളിക്കുന്നത്. അതിന് കാരണമുണ്ട്. എന്റെ സ്വത്തുക്കൾ എങ്ങനെയാ ഭാഗം വെക്കേണ്ടതെന്ന് എന്റെ അച്ഛൻ വിൽപത്രത്തിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അത് പ്രഭാവതിക്കും അറിയാം. അത് മനസ്സിലാക്കിയിട്ടാ പ്രഭാവതി ഈ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത്. വിശാലിന് ഈ സ്വത്തുക്കൾ ഇല്ലാതാക്കണം. അതിനുവേണ്ടി അവൾ എന്ത് മാർഗവും പ്രയോഗിക്കും. പാർവതി അത് വളരെ ജാഗ്രതയോടെ ശ്രദ്ധിക്കണം. ഞാനത് ശ്രദ്ധിക്കാം. അല്ലമ്മേ, ഞങ്ങൾക്കൊരു കുഞ്ഞ് പിറന്ന ഈ സ്വത്തുക്കളെല്ലാം ആ കുഞ്ഞിനല്ലേ? അപ്പോ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാവില്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ അമ്മേ? ശരിയാണ്. പക്ഷേ അപ്പോഴാണ് പ്രഭാവതിയുടെ ശരിക്കുള്ള നാടകം അരങ്ങേറാൻ പോകുന്നത്. മനസ്സിലായില്ല. അന്നേരം പ്രഭാവതി അമ്മ എന്ത് ചെയ്യുന്ന ദേവമ്മ ഉദ്ദേശിക്കുന്നേ? മോളെ, നിനക്കും വിശാലിനുമായി ഒരു കുഞ്ഞു പിറക്കാൻ പ്രഭാവതി സമ്മതിക്കില്ല. നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കാതിരിക്കാൻ വേണ്ടിയുള്ള സകല ദുഷ്പ്രവൃത്തികളും അവൾ ചെയ്യും. ഇനി ആ കടമ്പയും കടന്ന് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായാൽ അവൾ ആ കുഞ്ഞിനെ ഏത് സമയത്തും അപായപ്പെടുത്താൻ ശ്രമിക്കും. അവളുടെ കരാളഹസ്തങ്ങളിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ എങ്ങനെയും രക്ഷപ്പെടുത്തണം. ആ ചിന്ത എന്നെ അസ്വസ്ഥപ്പെടുത്തുകയാണ് മോളെ. അമ്മ അത് ചിന്തിച്ച് പ്രയാസപ്പെടണ്ട. അമ്മയുടെ സഹായവും ഉദയന്നൂരമ്മയുടെ അനുഗ്രഹവും ഉള്ളിടത്തോളം കാലം പ്രഭാവതി അമ്മയ്ക്ക് ഞങ്ങൾക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ അപായപ്പെടുത്താൻ ഒരിക്കലും സാധിക്കില്ല. ആ ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. എന്തു തന്നെ ആയാലും അമ്മയുടെ സ്വത്തുക്കൾ ഞാൻ പ്രഭാവതി അമ്മയ്ക്ക് വിട്ടുകൊടുക്കില്ല അമ്മ. ഉദയന്നൂരമ്മ നിന്നെ അനുഗ്രഹിക്കട്ടെ മോളെ. പാർവതി, മോളെ, നീ ആകെ വീർത്തൊഴുകുകയാണല്ലോ. ഈ വീട്ടുകാർക്ക് വേണ്ടി ഇങ്ങനെ കയ്യും മെയ്യും നോക്കാതെ പണിയെടുത്താ നീ വല്ലാതെ തളർന്ന് കിടപ്പിലാവും കുട്ടി. മോളെ, ഇടയ്ക്ക് നിനക്ക് കുറച്ച് വിശ്രമമൊക്കെ വേണ്ടേ? അതൊന്നും സാരമില്ല. അത് പറഞ്ഞാലൊന്നും പറ്റില്ല മോളെ. ദേ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ദേ,
അതൊക്കെ പറയാം. അതിനു മുമ്പ് ദേ ഈ മുല്ലപ്പൂ ഒന്ന് ചൂടിക്കേ. അല്ല, എന്തിനാ ഇപ്പൊ ഈ മുല്ലപ്പൂവ്? ആ, എന്റെ ഒരു സന്തോഷത്തിന്. നോക്കട്ടെ. ആഹാ, ഇപ്പൊ നീ ശരിക്കും ഒരു മഹാറാണിയെ പോലെയുണ്ട്. അല്ല, ഇപ്പോ എന്താ ഇങ്ങനൊരു അഭിനയം? എന്റെ മോളെ, നീയും വിശാലും ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായില്ലേ. സ്വാഭാവികമായിട്ടും കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കും. ഉം. അതെനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല. അതെന്താ നടക്കാത്തെ? അല്ല, അതിനു മുൻപ് നിന്നെ ഞാൻ സുമംഗലിയായിട്ട് തന്നെ മുകളിലേക്ക് അയക്കാൻ പോവല്ലേ. എന്റെ പാർവതി, എത്രയും പെട്ടെന്ന് തന്നെ അത് ഞാൻ നടത്തും. പ്രഭാവതി അമ്മ, ഞാൻ സുമംഗലിയായി തന്നെ മരിക്കും. പക്ഷേ അത് ഇപ്പോഴൊന്നും അല്ല. ഓ, നിങ്ങൾ കരുതുന്ന പോലെ പെട്ടെന്ന് എന്നെ അങ്ങ് മുകളിലേക്ക് അയക്കാനും സാധിക്കില്ല. എനിക്കും വിശാൽ സാറിനും കൂടി മിടുക്കന്മാരായ കുട്ടികളൊക്കെ ജനിച്ച് അവർക്കും കുട്ടികളായി ആ പേരക്കുട്ടികളെയൊക്കെ താലോലിച്ച് സന്തോഷത്തോടെ കുറെ കാലം ജീവിച്ച് ആഘോഷമായി ഷഷ്ടിപൂർത്തിയൊക്കെ നടത്തി എനിക്കും വിശാൽ സാറിനും 100 വയസ്സ് കഴിഞ്ഞു. അതിനുശേഷം മാത്രമേ ഞാൻ സുമംഗലിയായി മരിക്കൂ. പക്ഷേ അതിനുള്ളിൽ നിങ്ങൾ എന്റെ ഉയർച്ചയും വിജയവും ഒക്കെ കണ്ട് നീറി നീറി ചാകും. എന്റെ പൊന്നു പ്രഭാവതിയമ്മ, ആദ്യം ഈ ദുഷിച്ച ചിന്തയൊക്കെ മാറ്റിവെച്ച് വല്ല ഭാഗവതവും രാമായണവും ഒക്കെ വായിച്ച് കാലം കഴിക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നും ചിന്തിച്ച് ചിന്തിച്ച് നിങ്ങൾ ഇരുന്ന ഇരിപ്പിൽ തട്ടിപ്പോവും. ഇനി എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളൊരു 10 മാസം കൂടി ജീവിച്ചിരിക്കണമെന്ന് എന്റെ പ്രാർത്ഥന. 10 മാസം കഴിയുമ്പോൾ ഇവിടെ ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കും. ആ കുഞ്ഞിന്റെ മുഖം കണ്ടിട്ട് നിങ്ങൾ ചത്താ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.